കുഞ്ഞുങ്ങളെ, കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനകത്തിൽ ആർഹീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട 1-2 ന്യൂമറിക്കൽസ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The rate constants of a reaction at 500 Kelvin and 700 Kelvin are 0.02 second inverse and 0.07 second inverse respectively. Calculate the values of EA and A. എന്താ തന്നേക്കുന്നേ? ഒരു റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ 500 കെൽവിനും 700 കെൽവിനുള്ള റേറ്റ് കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്. 500 കെൽവിനിൽ 0.02 സെക്കൻഡ് ഇൻവേഴ്സും 700 കെൽവിനിൽ 0.07 സെക്കൻഡ് ഇൻവേഴ്സുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ആക്ടിവേഷൻ എനർജി ആൻഡ് ഈ എ എന്തായിരുന്നു? അറീനിയസ് പാരാമീറ്റർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ, അത് രണ്ടിന്റെ വാല്യൂസ് കണ്ടെത്തണം. അവിടെ ശ്രദ്ധിച്ചേ, ഈ റേറ്റ് കോൺസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് തന്നേക്കുന്നത് സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇത് ഏത് ഓർഡർ ആയിരിക്കും റിയാക്ഷൻ? സെക്കൻഡ് ഇൻവേഴ്സ് മാത്രം വരുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് നമുക്ക് വേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം അങ്ങോട്ടെ. ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കണം, അറീനിയസ് ഫാക്ടർ എയും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് അറീനിയസ് ഇക്വേഷൻ എഴുതാം. എന്തായാലും അറീനിയസ് ഇക്വേഷൻ ഫൈനൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ വേണം എഴുതാൻ. ലോഗ് K2/K1 ലോഗ് K2/K1 ഈക്വൽ ടു EA ബൈ, ഓർത്ത് നോക്കിയാട്ടെ, 2.303 R. പിന്നെന്തായിരുന്നു? T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2. ഇതല്ലായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ. ഇനി അതിലെ ഡേറ്റാസ് ഒക്കെ നമുക്ക് എഴുതി നോക്കാം. T1 എത്ര? T1 500 കെൽവിൻ, T2 700 കെൽവിൻ ആണല്ലോ. ഇനി K1 500 കെൽവിനിൽ എത്ര? 0.02. അത് തിരിഞ്ഞു പോരുത് അങ്ങോട്ടും ഇങ്ങോട്ട്. K2 എത്രയാണ്? 0.07 സെക്കൻഡ് ഇൻവേഴ്സ്. ഇത്രയാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് EAയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് K2 എത്രയാ? 0.07 ഡിവൈഡഡ് ബൈ K1 0.02 ഈക്വൽ ടു EA കണ്ടുപിടിക്കണം. EA ബൈ 2.303 ഇൻറ്റു ഇങ്ങനെ വേണ്ടല്ലോ, ഇൻറ്റു 8.314 ഇൻറ്റു T1 ഇൻറ്റു T2 എത്ര ആയിരുന്നു? 500 700. അപ്പോൾ 700 മൈനസ് 500 ഡിവൈഡഡ് ബൈ 700 ഇൻറ്റു 500 അല്ലേ? ഇങ്ങനെയല്ലേ കിട്ടതേ. ഇനി ഇതിൽ നിന്ന് EA എങ്ങനെ കണ്ടുപിടിക്കും? EA ഈക്വൽ ടു ലോഗ് 0.7 ഡിവൈഡഡ് ബൈ 0.02 0.07 ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു 2.303 ഇൻറ്റു 8.314 ആണല്ലോ. ഇത് രണ്ടും ഇങ്ങോട്ട് ഇങ്ങ് വരത്തില്ലേ? ഇനി ഇൻറ്റു ഇവിടെ വരത്തില്ലേ? ഇൻറ്റു 35 ഇത്രയും വരെ അല്ലേ? 700 ഇൻറ്റു 500 അതും കൊടുത്തു. ഇനി 700 മൈനസ് 500 എത്ര? 200 മാത്രമേ മുകളിൽ വരത്തുള്ളൂ അല്ലേ? ഇങ്ങനല്ലേ വരുന്നത്. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള എല്ലാം ഇങ്ങോട്ട് ന്യൂമറേറ്ററിലോട്ട് വന്ന് പിന്നെ ഡിവൈഡഡ് ബൈ 700 മൈനസ് 500 200 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും ജൂൾ ആയിരിക്കും ഇതിന്റെ വാല്യൂ. ഓക്കെ, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇതിന്റെ ലോഗരിതം കണ്ടുപിടിക്കണം. 0.7 ഡിവൈഡ് ബൈ 0.02 ചെയ്തിട്ട് അതിന്റെ ലോഗ് കണ്ടുപിടിക്കണം. ഇത് നേരെ അങ്ങ് ഇൻറ്റു ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് അറീനിയസ് ഫാക്ടർ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ അറീനിയസ് ഇക്വേഷൻ, ആദ്യം നമ്മൾ കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു? K ഈക്വൽ ടു A e റേസ് ടു മൈനസ് EA ബൈ RT. ഇതിന്റെ ലോഗരിതം ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെ വരും? ലോഗ് K ഈക്വൽ ടു
ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി എന്ന് വരും. ഇനി ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറും അപ്പോഴുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുക്കുക. നമുക്കിപ്പോൾ രണ്ട് ടെമ്പറേച്ചറും രണ്ട് റേറ്റ് കോൺസ്റ്റന്റും ഇല്ലേ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നുകിൽ 500 അല്ലെങ്കിൽ 700 ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ എടുക്കുക. ആ ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ലോഗ് എയുടെ ഇക്വേഷൻ എഴുതാം. ലോഗ് എ ഈക്വൽ ടു ലോഗ് കെ പ്ലസ് ഇത് ഇപ്പുറം വരത്തില്ലേ, ഇ എ ബൈ 2.303 ആർ ടി എന്ന് വരും അല്ലേ? അപ്പൊ എങ്ങനെ വരും? ലോഗ് എ ഈക്വൽ ടു ലോഗ് നമുക്ക് 500 കെൽവിനിൽ എടുക്കാം. 0.02 ആണ് 500 കെൽവിനിലെ റേറ്റ് കോൺസ്റ്റന്റ് പ്ലസ് ഇയുടെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചല്ലോ 18,230.8 ഡിവൈഡ് ബൈ 2.303 ഇൻറ്റു 8.314 ഇൻറ്റു ടെമ്പറേച്ചർ നമ്മൾ എടുത്തേക്കുന്നത് 500 കെൽവിനാണ്. നോക്കിയാട്ടെ, ഇപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ലോഗ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ലോഗ് എ കിട്ടും. പിന്നെ അതിന്റെ ആന്റി ലോഗരിതം എടുക്കുമ്പോൾ എയുടെ വാല്യൂ കിട്ടും. ഇനി ഇൻ കേസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നില്ല, നമുക്ക് അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പരീക്ഷകൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പൊ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെ ഇവിടെ വാല്യൂ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ലോഗ് എ ഈക്വൽ ടു ലോഗ് 0.02 എന്ന് പറയുന്നത് ബാർ 2.3010 ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ഈ നമ്പർ 2 അപ്പൊ 20ന്റെ 0 എടുക്കണം. ലോഗരിതം ടേബിളില് ലോഗരിതം എന്നുള്ള പേജിൽ 20ന്റെ 0 എടുക്കണം. 20ന്റെ 0 എന്ന് പറഞ്ഞാൽ 3010 ആണ്. പിന്നെ ഇവിടെ ബാർ 2 എന്ന് വരുന്നത് പോയിന്റ് കഴിഞ്ഞ് ഒരു 0 വന്നാൽ ബാർ 2 ആണ് കൊടുക്കേണ്ടത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയും. പോയിന്റ് കഴിഞ്ഞ് ഒരു 0 വരുമ്പോൾ ഇവിടെ ബാർ 2 എന്ന് കൊടുക്കണം. അപ്പൊ ബാർ 2.3010 എന്ന് വരും. പ്ലസ് ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാല് 1.9043 ആണ്. 9043. ഇനി നോക്കിയാട്ടെ, ഇതിപ്പോ നോക്കി നമ്മുടെ സാധാരണ ഒരു നമ്പറിലല്ല ഇത് കിടക്കുന്നത്, ബാർ 2 എന്നാണ് നിൽക്കുന്നത്. ബാർ 2.3010 ഇതിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ ഒരു സാധാരണ നമ്മുടെ നമ്പറിലോട്ട് ഇതുപോലെ ഒരു നമ്പറിലോട്ട് നമ്മൾ മാറ്റണം. ഇതിനെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നോക്കിക്കോ, ബാർ 2.3010 ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് -2 പ്ലസ് 0.3010 എന്നാ. -2 പ്ലസ് 3010. ഇനി ഇത് രണ്ടും സാധാരണ സംഖ്യ ആഡ് ചെയ്താൽ മതി. അതിന് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുന്നു. അപ്പൊ -6990 എന്ന് വരും. വലുതിന്റെ സൈനും കൊടുക്കണം, മൈനസ് സൈൻ. എങ്ങനെയാ വന്നത്? ഇതിപ്പോ നമുക്ക് ഈ 0.02ന്റെ ലോഗരിതമാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇത് ബാർ 2.3010 എന്നാണ്. അപ്പൊ അതിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ സാധാരണ നമ്പറിലോട്ട് മാറ്റുകയോ ചെയ്യുന്നത്. സാധാരണ നമ്പറിലോട്ട് മാറ്റാൻ ഇതിന്റെ അർത്ഥം ബാർ 2 അല്ലെ -2 പ്ലസ് ഇത് -2 പ്ലസ് 0.3010. ഇനി നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈനും കൊടുത്തു. അപ്പൊ അതിവിടെ എഴുതുന്നു ഈക്വൽ ടു -1.6990 പ്ലസ് 1.9043. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് 0.2053. ഡിഫറൻറ്റ് കണ്ടാൽ മതി. വലുത് പോസിറ്റീവ് ആയത് പോസിറ്റീവ് തന്നെ വരും. ഇതെന്താ എന്ന് പറഞ്ഞാല് ലോഗ് എ ആണ് ഇത്. അതിന് എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ലോഗ് എ ഇത്രയാണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇതിന്റെ ആന്റി ലോഗരിതം എടുക്കണം. ആന്റി ലോഗ് 0.2053 എടുക്കണം. അത് ലോഗരിതം ടേബിളിലാണെങ്കിൽ ആന്റി ലോഗരിതം എന്നുള്ള പേജിനകത്തില് 20ന്റെ 5ന്റെ 3 നോക്കിയാൽ മതി. 20ന്റെ 5ന്റെ 3. എന്നിട്ട് ഇവിടെ ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് 0 വന്നോണ്ട് ഒരു പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു 1.6043 എന്ന് വരും.
ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്ന എക്സാമിനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതെല്ലാം കാൽക്കുലേറ്ററിൽ അടിച്ചാൽ അത് അങ്ങനെ തന്നെ വാല്യൂസ് ഇങ്ങനെ കിട്ടും. ഇതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത് ലോഗ് 0.02 എന്ന് കൊടുക്കാൻ നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത് കാൽക്കുലേറ്ററിലാണെങ്കിൽ. അത് പറ്റില്ല, ലോഗ് ടേബിൾ ഉപയോഗിക്കുവാണെങ്കിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് കിട്ടും. ലോഗ് എ ഈക്വൽ ടു ഇത്രയും കിട്ടും. ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാണ്. ഇതൊന്നും ആ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നവർ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ ഈ ലോഗ് എ ഈക്വൽ ടു ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ലോഗ് എ ഈക്വൽ ടു 0.2053 എന്ന് ഡയറക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ എ കണ്ടുപിടിക്കാൻ അതിന് ആന്റിലോ കൊടുത്താൽ മതി. അത് കാൽക്കുലേറ്ററിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ആന്റിലോ കണ്ടുപിടിച്ചാൽ ഇത് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. The first order rate constant for the decomposition of ethyl iodide at 600 Kelvin is 1.60 into 10 raised to minus 5 second inverse. Its energy of activation is 209 kilojoule per mole. Calculate the rate constant of the reaction at 700 Kelvin. എന്താ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ, എന്തൊക്കെ തന്നേക്കുന്നത്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതിന്റെ രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് 600 കെൽവിനും ഉണ്ട് 700 കെൽവിനും ഉണ്ട്. പക്ഷേ 600 കെൽവിന്റെ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുള്ളൂ 1.6 into 10 raised to minus 5 second inverse. സെക്കൻഡ് ഇൻവേഴ്സ് വന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട്. പിന്നെ ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട്, എനർജി ഓഫ് ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട്. 700 കെൽവിനിലെ കെ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ കണ്ടെത്തണം. അപ്പൊ രണ്ട് ടെമ്പറേച്ചറും ഉണ്ട്, രണ്ട് റേറ്റ് കോൺസ്റ്റന്റും ഉണ്ട്. അപ്പൊ ഇക്വേഷൻ ഏതാ? നമ്മൾ ആ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ പറഞ്ഞു നോക്കിയേ. ലോഗ് K2/K1 ഈക്വൽ ടു EA/2.303 R. പിന്നെ എന്തായിരുന്നു? T2 - T1 ഡിവൈഡ് ബൈ T1 ഇൻറ്റു T2. ഡേറ്റാസ് എടുത്ത് എഴുതിയാലോ. EA എത്ര? ആക്ടിവേഷൻ എനർജി എന്തെങ്കിലും എത്ര? 209 കിലോ ജൂളിലാണ്. എന്തിലോട്ട് മാറ്റണം? ജൂളിലോട്ട്. എങ്ങനെയാ? ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ. T1 ടെമ്പറേച്ചർ എത്ര? 600 കെൽവിൻ. T2 രണ്ടാമത്തെ എത്രയാ? 700 കെൽവിൻ. 600 കെൽവിനിലെ K1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.6 into 10⁻⁻5 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. K2 നമുക്ക് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് K2/K1 എത്രയായിരുന്നു? 1.6 into 10⁻⁵ ഈക്വൽ ടു ഈ എത്രയായിരുന്നു? 209 into 10⁻³ അല്ലേ? ഡിവൈഡഡ് ബൈ 2.303 into R 8.314 into T2 എത്ര? 700 മൈനസ് T1 എത്രയായിരുന്നു? 600 ഡിവൈഡഡ് ബൈ 700 into 600. ലോഗ് K2/1.6 into 10⁻⁵ ഈക്വൽ ടു ഇതെല്ലാം കൂടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് 2.5989 എന്ന് കിട്ടും. 2.5989 ഇത് ഇത്രയും കൂടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ 2.5989 എന്ന് പറഞ്ഞാൽ ലോഗ് K2/1.6 into 10⁻⁵. അതായത് ഇതാണ് ഇത്. ലോഗ് K2/1.6 into 10⁻⁵ ആണ് 2.5989. അങ്ങനെയാണെങ്കിൽ K2/1.6 into 10⁻⁵ നമുക്ക് എങ്ങനെ കാണാം? ഇതിന്റെ ലോഗ് ആണ് ഇത് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണാനോ? ആന്റി ലോഗ് 2.5989. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ ആന്റി ലോഗരിതം കാണുമ്പോൾ നമുക്ക് 397.10 എന്ന് കിട്ടും. അതെന്താണ്? K2/1.6 into 10⁻⁵. ഇതിന്റെ ആന്റി ലോഗരിതം കാണുമ്പോൾ അതിൽ നിന്ന് K2 ഈക്വൽ ടു എങ്ങനെ കാണും? 397.10 into 1.6 into 10⁻⁵.
ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6.35 ഇൻറ്റു 10⁻³ യൂണിറ്റ് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആദ്യത്തെ തന്നിരിക്കുന്നത് സെക്കൻഡ് ഇൻവേഴ്സ്, രണ്ടാമത്തെ എന്തുവാ? സെക്കൻഡ് ഇൻവേഴ്സ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ, അപ്പൊ സെക്കൻഡ് ഇൻവേഴ്സ് വരും. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ലോഗാണ് ഇത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ആന്റി ലോഗാണ്. ബാക്കിയെല്ലാം സാധാരണ ഒരു കണക്ക് ചെയ്യുന്ന പോലെയോ. ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. അസൈൻമെന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചറുടെ ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും അസൈൻമെന്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക.